ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീക്കിൻ്റെ വിവിധ ഇൻഡെക്സുകളുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത് 0.04%. ഇതേപോലെ തന്നെയാണ് സ്മോൾ ക്യാപ്പിലായാലും മിഡ് ക്യാപ്പിലായാലും നമ്മൾ കാണുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ഒരു ഫ്ലാറ്റ് നെഗറ്റീവും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയതെങ്കിലും നിഫ്റ്റി മൈക്രോ ക്യാപ്പിൽ ഓൾമോസ്റ്റ് 1% അത് ഡൗൺ ആയിരുന്നു. എന്നാൽ നിഫ്റ്റി നെക്സ്റ്റ് 50.5% ഒരു അപ്സൈഡ് മൂവ് ഉണ്ടായി. അപ്പോൾ പൊതുവെ ലാസ്റ്റ് വീക്ക് നമ്മൾ കണ്ടത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് പെർഫോമൻസ് ആണ്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ചില സെക്ടറുകളിൽ നല്ല മൂവ് ഉണ്ടായിട്ട് കാണാം. ഇപ്പോൾ നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ്, അതുപോലെ നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ്, നിഫ്റ്റി IT ഇൻഡെക്സ്, നിഫ്റ്റി കമ്മോഡിറ്റീസ്, ഇവയിലൊക്കെ നല്ലൊരു മൂവ് ഉണ്ടായിരുന്നു. 2 to 4% ലാസ്റ്റ് വീക്ക് അത് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. അതേപോലെ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി PSC ഇൻഡെക്സ്, നിഫ്റ്റി CPSC ഇൻഡെക്സ്, അതുപോലെ നിഫ്റ്റി MNC ഒക്കെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. എന്നാൽ വലിയ ഫോൾ നമ്മൾ കാണുന്നത് നിഫ്റ്റി റിയൽറ്റിയിലും നിഫ്റ്റി ഫാർമ, നിഫ്റ്റി ഓട്ടോ പോലെയുള്ള സെഗ്മെന്റിലാണ്, അതുപോലെ നിഫ്റ്റി മീഡിയ പോലെയുള്ള സെഗ്മെന്റിലാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു 4 ഇൻഡെക്സിൽ 1% കൂടുതലുള്ള ഒരു ഫോൾ നടന്നതായിട്ട് കാണാം. അതുപോലെ നിഫ്റ്റി എനർജിയും നിഫ്റ്റി FMCGയും നെഗറ്റീവിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിനെ നിയന്ത്രിച്ച മേജർ ഇവന്റ് എന്ന് പറയുന്നത് US-ഉം ഇറാനും തമ്മിലുണ്ടായിട്ടുള്ള ആ ഒരു വാർ ടെൻഷൻസ് ആണ്. അത് ഷോർട്ട് ടേമിൽ ഗ്ലോബൽ സെന്റിമെന്റ്സിനെ നേരിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഓയിൽ പ്രൈസിൽ ഒരു വളറ്റിലിറ്റി ഉണ്ടാവാൻ അത് കാരണമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ വാർ സിനാരിയോയിൽ നമ്മൾ കണ്ടുവരുന്ന ഡി എസ്കലേഷൻ അത് മാർക്കറ്റിൽ ഒരു തിരിച്ചുവരവിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ടാക്റ്റിക്കലായിട്ട് ഗോൾഡ് സിൽവറിലേക്കൊക്കെ ഒരു സേഫ് ഹെവൺ എന്നുള്ള രീതിയിലുള്ള ഒരു പൊസിഷൻ ചേഞ്ചിങ്ങും, അതുപോലെ വാറിന്റെ ന്യൂസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന വാർത്ത വന്നപ്പോൾ അവിടെ നിന്ന് വീണ്ടും എക്വിറ്റിയിലേക്കും ഒക്കെ മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ഇൻഡെക്സുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഓവറോൾ ലാസ്റ്റ് വീക്ക് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ UK-യും ഫ്രാൻസും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ യൂറോപ്പിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസും US-ൽ ടോട്ടലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും ആണെങ്കിലും ഏഷ്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ശക്തമായ പെർഫോമൻസ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. ഇന്ത്യ ഒഴിച്ചിട്ടുള്ള രാജ്യങ്ങളിലെ ഇൻഡെക്സുകളൊക്കെ നല്ല മൂവ് നടത്തിയായിട്ട് കാണാം. നെക്സ്റ്റ് വീക്ക് നമ്മളെ മാർക്കറ്റിൽ ട്രിഗർ ചെയ്യാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏർണിംഗ് സീസൺ ഓൾറെഡി ആരംഭിച്ചിരിക്കുകയാണ്. പല പ്രധാനപ്പെട്ട കമ്പനികളും അവരുടെ റിസൾട്ടുകൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇതുവരെ ചെറുതും വലുതുമായിട്ട് 178ഓളം കമ്പനികൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തതായിട്ടാണ് നമുക്ക് സ്ക്രീനർ സൈറ്റിൽ കാണാൻ കഴിയുക. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് സൂചിപ്പിക്കുന്നത് ഏകദേശം 103ഓളം സ്റ്റോക്കുകൾ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്തിയപ്പോൾ ഏകദേശം 57ഓളം സ്റ്റോക്കുകൾ ഒരു നെഗറ്റീവ് സൈഡിലുള്ള ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് കാണുന്നത്. അതുപോലെ 8ഓളം സ്റ്റോക്കുകളിൽ ഒരു ന്യൂട്രൽ പ്രോഫിറ്റ് ഗ്രോത്തുമാണ് കാണുന്നത്. ഗ്രോത്തിന്റെ ഒരു പെർസെൻറ്റേജ് ആവറേജ് ഇതുവരെ വന്ന കമ്പനികളുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ 11.5% ഒരു അപ്സൈഡ് മൂവ് റവന്യൂ ഗ്രോത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രോഫിറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എബിറ്റ ഗ്രോത്ത് 3.5% മാത്രമാണ്. അതുപോലെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 7.8% ആണ്. അപ്പോൾ ഏർണിങ്സിന്റെ ആ ഒരു ഇംപ്രൂവ്മെന്റ് ഇതുവരെ വന്നിട്ടുള്ള സ്റ്റോക്കുകളിൽ നോക്കുകയാണെങ്കിൽ ഓവറോൾ അത്ര ഇംപ്രസീവ് അല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. എങ്കിൽ പോലും അവിടെ എക്സലന്റ് റിസൾട്ട് കൊണ്ടുവന്ന പല പ്രധാനപ്പെട്ട കമ്പനികൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ അത്യാവശ്യം എടുത്തു പറയത്തക്ക റിസൾട്ട് കൊണ്ടുവന്ന ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും തകർപ്പൻ പെർഫോമൻസ് നടത്തിയ ഒരു സ്റ്റോക്ക് SML മഹീന്ദ്ര എന്ന് പറയുന്ന ഓട്ടോ സ്റ്റോക്കാണ്. അതുപോലെ ഗ്ലോബൽ സ്പിരിറ്റ്സ്, ഇൻഡോ തായ് സെക്യൂരിറ്റീസ്, പൂനാവാല ഫിൻകോർപ്പ്, PNB ഗിൽറ്റ്, രവീന്ദ്ര എനർജി, RBL ബാങ്ക്, MRPL, ഫെഡറൽ ബാങ്ക് ഫൈനാൻഷ്യൽ സർവീസസ്, ഇൻഡോ സോളാർ, നെറ്റ്വർക്ക് 18 മീഡിയ, നവ്കാർ കോർപ്പറേഷൻ, നോവോക്കോ വിസ്റ്റ, ലീല പാലസ് ഹോട്ടൽസ്, MV ഫോട്ടോവോൾട്ടൈക്, നെറ്റ് വെബ് ടെക്നോളജീസ്. അപ്പോൾ ഈ സ്റ്റോക്കുകളിലൊക്കെ ശക്തമായ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് പ്രോഫിറ്റ് സൈഡിൽ ശക്തമായ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് പ്രകടമാണ്. അപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ ട്രേഡിംഗ് സെഷന് ശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട 3 കമ്പനികളുടെ റിസൾട്ടുകൾ റിലയൻസ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, ഈ 3 സ്റ്റോക്കുകളുടെയും റിസൾട്ടുകൾ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിന്റെ ഒരു പ്രധാന ഗതി നിർണ്ണയിക്കുന്ന റിസൾട്ടായിരിക്കും. കാരണം ഈ 3 സ്റ്റോക്കുകൾക്കും നിഫ്റ്റി 50 ഇൻഡെക്സിലുള്ള വെയിറ്റേജ് വളരെ കൂടുതലാണ്. നമുക്കറിയാം ഈ 3 സ്റ്റോക്കുകളും കൂടി ഏകദേശം 1/3 ഭാഗം നിഫ്റ്റി കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ HDFCന്റെ ഒരു റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇയർ ഓൺ ഇയറിൽ 12% ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് HDFC കാണിച്ചിട്ടുണ്ട്. അത് അനലിസ്റ്റുകളുടെ എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്ത ഒരു റിസൾട്ടാണ്. അതുപോലെ HDFCയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 6.4% കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻക്രീസ് ആയതായിട്ടും കാണാം. അതുപോലെ ഇവരുടെ അഡ്വാൻസ് 11.9% ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ ഡെപ്പോസിറ്റ് ഗ്രോത്ത് 11.5% ഇൻക്രീസ് ആയിട്ടുണ്ട്.
അതുപോലെ അസറ്റ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഗ്രോസ് NPA 1.42% ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ 1.24 കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ നെറ്റ് NPA നോക്കുകയാണെങ്കിൽ 0.46 നിന്നും 0.42 ആയിട്ടും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസറ്റ് ക്വാളിറ്റിയിലായാലും ഡെപ്പോസിറ്റ് ഗ്രോത്തുകളിലായാലും മറ്റ് ഓവറോൾ പെർഫോമൻസിലായാലും HDFC ബാങ്കിൻ്റെ റിസൾട്ട് മോശമല്ലാത്ത രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ICICI ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ICICIയുടെ പ്രോഫിറ്റിൽ 4% ഫോളാണ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് അനലിസ്റ്റ് എസ്റ്റിമേറ്റിനെ മിസ് ചെയ്ത ഒരു റിസൾട്ടാണ്. അപ്പോൾ ഇവിടെ ICICI പറയുന്നത് RBIയുടെ മാൻഡേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് അതാണ് അവരുടെ പ്രോഫിറ്റ് ഡൗൺ ആവാൻ കാരണമെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊവിഷൻ അലോക്കേഷൻ ചെയ്യേണ്ടി വന്നത് കാരണം ഇവരുടെ പ്രോഫിറ്റിൽ നിന്നായിരിക്കും ആ ഒരു എമൗണ്ട് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫോളാണ് പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 7% കൂടുതൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. പക്ഷെ അതും സ്ട്രീറ്റ് എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ HDFC ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മെച്ചപ്പെട്ട നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമാണ് ICICI ബാങ്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ലോൺ പോർട്ട്ഫോളിയോ അത് 11.5% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അതുപോലെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഏകദേശം 8.7% ഇയർ ഓൺ ഇയർ വർധനവും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അസറ്റ് ക്വാളിറ്റിയും ICICI ബാങ്കിൻ്റെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 1.96 നിന്നും 1.53 ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും 1.58 നിന്ന് 1.53 ആയിട്ട് ഗ്രോസ് NPA കുറഞ്ഞതായിട്ട് കാണാം. അതുപോലെ നെറ്റ് NPA 0.37% ആണ് ഇപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞ വർഷം 0.42% ആയിരുന്നു. അപ്പോൾ അസറ്റ് ക്വാളിറ്റി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ICICI ബാങ്കിൻ്റെ റിസൾട്ടിൽ പ്രോഫിറ്റ് സൈഡിൽ മാത്രമാണ് ഈ ഒരു ഇഷ്യൂ നമ്മൾ കാണുന്നത്. ഇനി മറ്റൊരു ഹെവി വെയിറ്റ് ആയിട്ടുള്ള റിലയൻസിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവയുടെ എല്ലാ ബിസിനസ് സെഗ്മെൻറ്റിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റവന്യൂ ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് അത് വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ റീറ്റെയിൽ ബിസിനസ്സിലും അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലും ഇവരുടെ പ്രോഫിറ്റിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് നെഗറ്റീവായിരുന്നു. ഇവരുടെ പ്രോഫിറ്റിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതാണ് മൊത്തത്തിലുള്ള ഇവരുടെ പ്രോഫിറ്റ് സൈഡ് ഒരു ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഓവറോൾ ഫൈനാൻഷ്യൽ സമ്മറി നമ്മൾ കൺസോളിഡേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മൊത്തത്തിലുള്ള റവന്യൂ 10% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് 1.6% മാത്രമാണ് ഇയർ ഓൺ ഇയർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. റിലയൻസിൻ്റെ പല വിധത്തിലുള്ള ബിസിനസ് സെഗ്മെൻറ്റ് വൈസിൽ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ബിസിനസ് ആയിട്ടുള്ള ഡിജിറ്റൽ സർവീസസ് അഥവാ ജിയോയുടെ ബിസിനസ് അവിടെ റവന്യൂ ഗ്രോത്ത് 12% കൂടുതലുണ്ട്. അതുപോലെ എബിറ്റ ചേഞ്ച് ഏകദേശം 16% കൂടുതലുണ്ട്. അപ്പോൾ ജിയോ അതിൻ്റെ പെർഫോമൻസ് വ്യക്തമായിട്ട് തന്നെ തുടരുന്നുണ്ട്. അവരുടെ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൽ 8.9 മില്യൺ അഡീഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 5G ബ്രോഡ്ബാൻഡൊക്കെ നല്ല ശക്തമായിട്ടുള്ള വളർച്ചയാണ് കാണിക്കുന്നത്. എന്നാൽ ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിൽ റവന്യൂ 8% വർദ്ധിച്ചിട്ടുണ്ട്. എബിറ്റ ചേഞ്ച് 14% ഉണ്ട്. ഈ എബിറ്റ ചേഞ്ച് വരാനുള്ള ഒരു കാരണം ഫ്യൂവൽ പ്രൈസിൽ ഇവർ നേടുന്ന പ്രോഫിറ്റാണ്. എന്നാൽ കെമിക്കൽ സൈഡിൽ മാർജിൻ വീക്കാണ്. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഈ ട്രാൻസ്പോർട്ടേഷൻ ഫ്യൂവലിൻ്റെ വിലയാണ് ഓയിൽ ടു കെമിക്കൽ ബിസിനസ് പ്രോഫിറ്റിൽ കൊണ്ടുവരാൻ കാരണം. ഇനി റിലയൻസിൻ്റെ റീറ്റെയിൽ ബിസിനസ് നോക്കുകയാണെങ്കിൽ അവിടെ റവന്യൂ 8% വർധനമുണ്ടെങ്കിലും എബിറ്റ ഏകദേശം 1.3% മാത്രമേ ഉള്ളൂ. അപ്പോൾ റവന്യൂ ഗ്രോത്ത് ഉണ്ടാവാൻ കാരണം GST റേഷണലൈസേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും. അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലാണ് ഇവർ വലിയ തിരിച്ചടി നേരിട്ടുള്ളത്. അതിൻ്റെ പ്രൊഡക്ഷൻ വോളിയം കുറഞ്ഞു, പ്രൈസ് കുറഞ്ഞു. റവന്യൂ നെഗറ്റീവ് ഗ്രോത്താണ് 8.4%. അതുപോലെ പ്രോഫിറ്റിലും -12% ലോസിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ 3 മേജർ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ. ഏതായാലും ഇത് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് പ്രകടമാകും. അതുപോലെ നെക്സ്റ്റ് വീക്ക് പല പ്രധാനപ്പെട്ട കമ്പനികളുടെയും റിസൾട്ട് പ്രസിദ്ധീകരിക്കപ്പെടാൻ പോവുകയാണ്. അതിലൊന്ന് IRFC, അതുപോലെ സൊമാറ്റോയുടെ എറ്റേണൽ, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ബെല്ല്, കോഫോജ്, JSW സ്റ്റീൽ, BPCL, സിപ്ല. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പല കമ്പനികളുടെയും റിസൾട്ട് നെക്സ്റ്റ് വീക്ക് വരാൻ പോകുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഏറ്റവും പ്രതീക്ഷിക്കുന്നത് India-US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. അത് അടുത്ത് തന്നെ ഉണ്ടാവും എന്ന് പറയുക എന്നല്ലാതെ അതിൻ്റെ കൃത്യമായൊരു ഡെഡ് ലൈൻ ഇതുവരെ ഈ 2 രാജ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു പ്രതിസന്ധി India-US ട്രേഡ് ഡീലിൽ വന്നിട്ടുള്ളത് US-ലെ ചില ലോ മേക്കേഴ്സ് ട്രംപിനെ സമീപിച്ചുകൊണ്ട് ഇന്ത്യ ഒക്ടോബറിൽ ഈ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പൾസസിന് മേലെ ഏർപ്പെടുത്തിയിട്ടുള്ള 30% താരിഫ് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന ട്രേഡ് ടോക്കിൽ ഇത് ഒരു ബാർഗെയിനിങ് പോയിന്റ് ആയിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് അത് ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിന് ഒരു താരിഫ് മറ്റു രാജ്യത്തിന് വേറൊരു താരിഫ് ആ രീതിയിലുള്ള സമീപനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വേണ്ടി മാത്രം ഈ ഒരു താരിഫ് എടുത്തു കളയാൻ ഇന്ത്യക്ക് സാധിക്കില്ല.
കൂടാതെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഫാമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയേക്കാൾ കൂടുതൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത് കാനഡയിൽ നിന്നാണ്. അപ്പോൾ കാനഡയുടെ താരിഫും സെയിം താരിഫ് തന്നെയാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 27% ഗ്ലോബൽ ഡിമാൻഡിൻ്റെ അവർ കൺസ്യൂം ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ പൾസ് എക്സ്പോർട്ട് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ട്രേഡ് ടോക്കിൽ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് ഇത് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ നെക്സ്റ്റ് വീക്ക് US ബന്ധപ്പെട്ട പല ഡാറ്റകളും പുറത്തു വരാനിരിക്കുകയാണ്. അവിടെ US മാക്രോ എക്കണോമിക് ഡാറ്റകളായിട്ടുള്ള GDP ഗ്രോത്ത് ഡാറ്റ, ഇൻഫ്ലേഷൻ ട്രെൻഡ്, ജോബ്ലെസ് ക്ലെയിംസ്, PMI റീഡിങ്, ഇതൊക്കെ ഗ്ലോബൽ മാർക്കറ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡാറ്റകളായിരിക്കും. കൂടാതെ അത് കറൻസി മൂവ്മെൻറ്റിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിലവിൽ നമ്മൾ ഗോൾഡ് സിൽവർ റേറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഇറാൻ US ടെൻഷൻസ് കുറച്ച് സമാധാനത്തിലേക്ക് നീങ്ങുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഗോൾഡ് സിൽവർ പ്രൈസിൽ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. അത് താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ആഴ്ചയുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഗോൾഡ് ETF അതുപോലെ സിൽവർ ETF ഒരു പ്രകടനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2.16% ആണ് ഗോൾഡ് ബീസിൽ ലാസ്റ്റ് വീക്ക് ഉണ്ടായിട്ടുള്ള അപ്സൈഡ് മൂവ്. അതുപോലെ സിൽവറിൽ 12.6% വമ്പിച്ച ജമ്പാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഡോളർ ഇൻഡെക്സ് കുറച്ച് ശക്തിപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ 99.2 എന്നുള്ള ഡോളർ ഇൻഡെക്സ് റേറ്റാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ 52 വീക്ക് ലോ ആയിട്ടുള്ള 95.85 നിന്നും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇത്തരമൊരു കണ്ടീഷനിൽ ഒരുപക്ഷെ അത് സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും പ്രൈസിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ക്രൂഡ് ഓയിൽ പ്രൈസ് കുറച്ച് സ്റ്റേബിളായി നിൽക്കുന്നതായിട്ട് കാണാം. WTI ക്രൂഡ് അത് 60 താഴെ വന്നതായിട്ട് കാണാം. അതുപോലെ ബ്രന്റ് ക്രൂഡ് 64 നിൽക്കുകയാണ്. ഇറാൻ US ടെൻഷൻ കാരണം എസ്കലേറ്റ് ചെയ്ത ക്രൂഡ് പ്രൈസസ് സ്റ്റെബിലൈസ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ കോണ്ടക്സ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പിയുടെ വാല്യുവേഷൻ ഇപ്പോഴും 90 മുകളിൽ തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ത്രൂ ഔട്ട് ദ സെഷൻ അത് 90 മുകളിൽ തന്നെയായിരുന്നു. അവിടെ FIIസിൻ്റെ സെല്ലിങ്ങിൽ യാതൊരുവിധ കുറവുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. പുതുവർഷം പിറന്നതിന് ശേഷം ഈ 2026 ജനുവരിയിൽ മാത്രം 22,529 കോടിയുടെ ഒരു സെല്ലിംഗ് ഓൾറെഡി FIIs നടത്തി കഴിഞ്ഞു. അപ്പോൾ ഈ ജനുവരിയിലെ ത്രൂ ഔട്ട് ദ ട്രേഡിംഗ് സെഷനിൽ ഒരു ട്രേഡിംഗ് സെഷനിൽ മാത്രമാണ് അവർ ബയേഴ്സ് ആയിട്ട് മാറിയത്. ബാക്കി എല്ലാ ട്രേഡിംഗ് സെഷനിലും അവർ സെല്ലേഴ്സ് ആയിരുന്നു. ഇനി IPO മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പുതുതായിട്ട് മെയിൻ ബോർഡ് IPOകളൊന്നും ഓപ്പണായിട്ട് നമ്മൾ കാണുന്നില്ല. നിലവിൽ ലിസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് 2 IPOകളാണ്. ഒന്ന് ഭാരത് കോക്കിംഗ് കോളിൻ്റെ IPO ആണ്. അത് മഹാരാഷ്ട്ര ഇലക്ഷൻ കാരണം നീട്ടിവെച്ചത് കൊണ്ട് ഇപ്പോൾ 19-ാം തീയതി അത് ലിസ്റ്റ് ചെയ്യാൻ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ അമാഗി മീഡിയയുടെ IPO ഓൾറെഡി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതും നെക്സ്റ്റ് വീക്ക് അതിൻ്റെ ലിസ്റ്റിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് നമ്മൾ നിഫ്റ്റിയുടെ ഒരു ചാർട്ട് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് നിഫ്റ്റി അതിൻ്റെ 50-ഡേ മൂവിങ് ആവറേജ് ആയിട്ടുള്ള 25,900 എന്ന ലെവലിലേക്ക് എത്തിയതിന് ശേഷം തിരിച്ചു വരികയാണ് ഉണ്ടായത്. അതുപോലെ ലോങ് ടേം സപ്പോർട്ട് ലെവലായിട്ടുള്ള 25,700 അത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രോഡായിട്ട് നോക്കുകയാണെങ്കിൽ 25,600 25,900 ഒരു റേഞ്ചിലാണ് ലാസ്റ്റ് വീക്ക് അതിൻ്റെ പെർഫോമൻസ്. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ കാണുന്നത് ഒരു ഡോജി ലൈക്ക് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഈ ചാർട്ടുകളിൽ ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഇൻഡിസിഷൻ ഏത് ഭാഗത്തേക്ക് പോകണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡയറക്ഷൻ ലഭിക്കാതെയാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അത് വീക്ക്ലി ചാർട്ടിലായാലും ഡെയിലി ചാർട്ടിലായാലും നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഇൻഡിസിഷൻ ക്യാൻഡലാണ് കാണുന്നത്. ഇപ്പോൾ നിഫ്റ്റിയുടെ ഹയർ സൈഡ് ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഇനി വരാൻ പോകുന്ന 26,000 എന്ന ലെവൽ തന്നെയായിരിക്കും. അപ്പോൾ ആ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് മൂവ് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. ഡൗൺ സൈഡിലാണെങ്കിൽ 25,600 ഒരു മേജർ സപ്പോർട്ടായിട്ട് നിൽക്കാനുള്ള സാധ്യതയാണുള്ളത്. എങ്കിലും അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,450 വരെ ഒരു പക്ഷേ നിഫ്റ്റി പോയേക്കാം. മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ MACD കാണുന്നത് ഒരു സെൽ ക്രോസ് ഓവറാണ്. അപ്പോൾ അതുപോലെ RSIയും അതിൻ്റെ സിഗ്നൽ ലൈനിന് താഴെയാണ് നിൽക്കുന്നത്. 40 എന്ന ലെവലിലാണ് നമ്മൾ അതിൻ്റെ ഡെയിലി ചാർട്ടിൽ വാല്യൂ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു 26,000 എന്ന ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ഉയരുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു ഷോർട്ട് കവറിങ് റാലി ഉണ്ടാവും. കാരണം അത്രമാത്രം ഷോർട്ട് പൊസിഷൻസ് ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഓപ്ഷൻ മാർക്കറ്റിൽ നിഫ്റ്റിയിലെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ 25,700 സ്ട്രൈക്കിലാണ് ഏറ്റവും അധികം പുട്ട് സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ കാണുന്നത്. കോൾ സൈഡിലാണെങ്കിൽ 26,000 സ്ട്രൈക്കാണ് ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പോൾ നിഫ്റ്റിയുടെ ആ ഒരു റെസിസ്റ്റൻസ് നിൽക്കുന്നത് 25,800 26,000 എന്ന ലെവലിലാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.